അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻ ഉരീദുൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തു ദുഖാൻ ലാസ്റ്റ് ക്ലാസ്സാണ് ഇന്നത്തേത്. 51 മുതൽ 59 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗീയ അനുഭൂതികളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് അള്ളാഹു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. തൊട്ടു മുൻപ് നരകാവകാശികളായ ആളുകളുടെ ഭയാനകമായ പരിണതിയെക്കുറിച്ചും ദുസ്സഹമായ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. 51-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നൽ മുത്തഖീന ഫി മഖാമിൻ അമീൻ. എന്നാൽ ഭക്തി പുലർത്തിയവർ ഭീതി ഏതുമില്ലാത്ത ഒരിടത്തായിരിക്കും. ഫി ജന്നാത്തി മൊഴിയൂൻ, ആരാമങ്ങളിലും അരുവികളിലുമായിരിക്കും അവർ. യൽബസൂന മിൻ സുന്ദുസിൻ വൈസ്തബറക്കിം മുത്തഖാബിലീൻ, അവർ അഴകാർന്ന പട്ടിൻ വസ്ത്രവും കസവിൻ തുണിയും അണിയും. അവർ പരസ്പരം അഭിമുഖമായിട്ടാണ് ഇരിക്കുക. സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ചില സാഹചര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിവരിക്കുന്നത്. ഇന്നലിൽ മുത്തഖീന മഫാസ, സ്വർഗാവകാശികളായ ആളുകൾക്ക് ലഭിക്കുന്ന മനോഹരമായ പ്രതിഫലത്തെക്കുറിച്ച് സൂറത്തുൻ നബയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നുണ്ടല്ലോ. ഏറ്റവും മനോഹരമായ സ്ഥാനമായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഭക്തന്മാർക്ക് വിജയം ഉറപ്പാണ്. ഹദായിക വാനാബ, അവർക്ക് സ്വർഗത്തോപ്പുകളും മുന്തിരിക്കുലകളുമുണ്ട്. വക്കവായിബ അത്രാബ, തുടുത്ത മാറിടമുള്ള തുല്യവയസ്കരായ സുന്ദരിമാരുണ്ട് അവർക്ക്. വകഅസൻ ദിഹാക്ക, നിറഞ്ഞ കോപ്പകളുണ്ടവർക്ക്. ലാ യസ്മൗന ഫിഹ ലഗ്വൻ വലാ കിദാബ, അവരവിടെ പൊയ്വാക്കുകളോ വിടുവാക്കുകളോ കേൾക്കുകയില്ല. ഇവിടെയും അത്തരം ചില വിശദീകരണങ്ങളാണ് അള്ളാഹു പറയുന്നത്. കദാലിക വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ, ഇതാണ് അവരുടെ പ്രഭാവസ്ഥ. വിശാലാക്ഷികളായ തരുണീമണികളെ നാം അവർക്ക് ഇണകളായി കൊടുക്കും. യദോന ഫിഹാ ബിക്കുല്ലി ഫാക്കിയത്തിൻ ആമിനീൻ, അവരവിടെ സ്വസ്ഥതയോടെ പലവിധ പഴങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ലാ യദൂഖൂന ഫിയൽ മൗത്ത ഇല്ലൽ മൗത്തൽ ഊല വഖാഹും മദാബൽ ജഹീം, ആദ്യത്തെ മരണമല്ലാതെ മറ്റൊരു മരണം അവർക്കവിടെ അനുഭവിക്കേണ്ടി വരികയില്ല. അള്ളാഹു അവരെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ഫളലം മിർ റബ്ബിക, നിന്റെ നാഥിൽ നിന്നുള്ള അനുഗ്രഹമാണത്. ദാലിക ഹുവൽ ഫൗസുൽ അസീം, അതുതന്നെയാണ് അതിമഹത്തായ വിജയം. ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ, നിനക്കു നിന്റെ ഭാഷയിൽ ഈ വേദപുസ്തകത്തെ നാം വളരെ ലളിതമാക്കി തന്നിരിക്കുന്നു, ജനം ചിന്തിച്ചറിയാൻ. ഫർതഖിബ് ഇന്നഹും മുർതഖിബൂൻ, അതിനാൽ നീ കാത്തിരിക്കുക, അവരും കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും അനുസരിക്കുന്നതിനെ സംബന്ധിച്ചും ധാരാളം കാര്യങ്ങൾ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്നുണ്ട്. പരലോകത്തെ നിഷേധിക്കുക എന്നതായിരുന്നു അവരുടെ അഥവാ സത്നിഷേധികളുടെ ഏറ്റവും വലിയ ആയുധം. പ്രവാചകനെ കളിയാക്കുക, ഉപദ്രവിക്കുക, പുച്ഛിക്കുക, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ജീവിപ്പിക്കപ്പെടുമെന്നോ എന്നൊക്കെ പറഞ്ഞ് പ്രവാചകനെ കളിയാക്കുന്ന ആളുകൾക്കുള്ള ചില മറുപടികളാണ് അവസാന ഭാഗത്തുള്ളത്. നരകാവകാശികൾ അവർ നിഷേധിച്ചതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വിശ്വാസികളായ ആളുകൾക്കുള്ള പ്രതിഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സമാധാനത്തിൻ്റെ ഗേഹം എന്നതുകൊണ്ട് ഉദ്ദേശം ഒരു വിധത്തിലുമുള്ള അസ്വസ്ഥതയോ പരിഭ്രമമോ ബുദ്ധിമുട്ടോ അപായ ഭീഷണിയോ ഒന്നുമില്ലാത്ത ഇടമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രസ്താവിച്ചതായി ഹദീസുകൾ നിവേദനം ചെയ്യും. സ്വർഗാവകാശിയോട് പറയപ്പെടും, ഇവിടെ നിങ്ങൾ എന്നെന്നും ആരോഗ്യത്തോടെ വാഴും, ഒരിക്കലും രോഗികളാവുകയില്ല, ശാശ്വതമായി ജീവിക്കും, മരണമില്ല, സൗഭാഗ്യപൂർവ്വം വസിക്കും, ഒരിക്കലും ദൗർഭാഗ്യമുണ്ടാവില്ല, നിങ്ങൾ എന്നെന്നും യുവാക്കളായിരിക്കും, ഒരിക്കലും വാർദ്ധക്യം പ്രാപിക്കുകയില്ല. പിന്നീട് അവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യൽബസൂന മിൻ സുന്ദുസിം വൈസ്തബറക്കിം മുതഖാബിലീൻ,
സുന്ദുസ്, ഇസ്തബറക്ക് എന്നീ പദങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചത്. നേരിയ പട്ടുവസ്ത്രത്തിനാണ് അറബി ഭാഷയിൽ സുന്ദുസ് എന്ന് പറയുക. പാഴ്സി ഭാഷയിലെ സത്ബർ എന്ന പദത്തിൻ്റെ അറബീകൃത രൂപമാണ് ഇസ്തബറക്ക്. കസവ് തുന്നിയ കട്ടിയുള്ള പട്ടാണത്. അവർ പരസ്പരം, അഥവാ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങനെ പരസ്പരം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക, കണ്ടിരിക്കുക, വർത്തമാനം പറയുക എന്നതൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവങ്ങളും അനുഭൂതികളുമാണ്. മുത്തഖാബിലീൻ, അവർ പരസ്പരം കണ്ടുകൊണ്ടിരിക്കും. കദാലിക വസവ്വജ്നാഹും ബിഹൂറിൻ ഐൻ. ഇവിടെ ഹൂറുൻ ഐൻ എന്നുപയോഗിച്ചിരിക്കുന്നു. ഹൗറാത്ത് എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ് ഹൂർ. സുന്ദരികളായ കന്യകകളെ കുറിക്കാനാണ് അറബി ഭാഷയിൽ ഈ പദം ഉപയോഗിക്കാറുള്ളത്. ഐനാവ് എന്ന പദത്തിൻ്റെ ബഹുവചന രൂപമാണ് ഐൻ. വിശാലാക്ഷികളായ സ്ത്രീകളെയാണ് ഐനാവ് എന്ന് വിളിക്കുക. അവർക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളും അനുഭൂതികളുമായിരിക്കും നാളെ പരലോകത്ത് ഉണ്ടായിരിക്കുക. സൂറത്തു സ്വാഫാത്തിലും അള്ളാഹു ഇക്കാര്യം വളരെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. യദൂന ഫിഹാ ബികുല്ലി ഫാക്കിയത്തിൻ ആമിനീൻ. അവിടെ അവർ സമാധാനത്തോടെ രുചികരമായ എല്ലാവിധ വിഭവങ്ങളും ആവശ്യപ്പെടും. എല്ലാം അവർക്ക് ലഭിക്കും. ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതൽ ഊല. നേരത്തെ ഇഹലോകത്ത് മരിച്ചതല്ലാതെ അവിടെ ഇനിയൊരിക്കലും അവർ മരണം അനുഭവിക്കുന്നതല്ല. വഖാഹും അദാബൽ ജഹീം. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിച്ചു. നിർഭയമായി ആവശ്യപ്പെടും. പഴങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണല്ലോ: ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. സംശയം വേണ്ട, അന്ന് സ്വർഗാവകാശികൾ ഓരോ പ്രവൃത്തികളിലായി പരമാനന്ദത്തിലായിരിക്കും. ഓരോ കാര്യം ചെയ്യുക, അതിലിങ്ങനെ ആസ്വദിക്കുക, അതിലിങ്ങനെ സന്തോഷിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഹും വാസുവാജുഹും ഫീ ദിലാലിൻ അലൽ അറായിക്കി മുത്തക്കിവൻ. അവരും അവരുടെ ഇണകളും സ്വർഗത്തണലുകളിൽ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. എന്ത് മനോഹരമായ അവസ്ഥയാണ്! കുടുംബത്തോടൊപ്പം മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ ഇങ്ങനെ മനോഹരമായ രവിയുടെ തീരത്ത് സുന്ദരമായ തോട്ടത്തിലിങ്ങനെ ചാരിയിരുന്ന് വർത്തമാനം പറയുന്ന, അവിടെ ഭക്ഷണം കഴിക്കുന്ന, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്ന ഏറ്റവും മനോഹരമായ ഹൃദ്യമായ അനുഭൂതി. ലഹും ഫിഹാ ഫാക്കിയത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്കവിടെ രുചികരമായ പഴങ്ങളുണ്ട്. അവരാവശ്യപ്പെടുന്നത് എന്തും അവിടെ കിട്ടും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. മാത്രമല്ല, സലാം, സമാധാനം, ഇതായിരിക്കും ദയാപരനായ നാഥനിൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം. ഇവിടെ പഴങ്ങൾ ചോദിക്കുമ്പോൾ അവർ സമാധാനത്തോടു കൂടി ചോദിക്കും, നിർഭയമായി ആവശ്യപ്പെടും എന്നതിൻ്റെ വിശദീകരണം സയ്യിദ് അബുൽ അല മൗദൂദ് സാഹിബ് പറയുന്നത് ഇങ്ങനെയാണ്: ഏത് വസ്തു എത്ര വേണമോ ഒരു സന്ദേഹവും സങ്കോചവുമില്ലാതെ സ്വർഗപരിചാരകരോട് അത് കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അവരത് കൊണ്ടുവരികയും ചെയ്യും. ഈ ലോകത്തൊരു ഹോട്ടലിൽ പോകട്ടെ, സ്വന്തം വീട്ടിൽ പോലും സ്വർഗത്തിൽ ആവശ്യപ്പെടുന്നത് പോലെ വിശ്വാസപൂർവ്വം സാധനങ്ങൾ ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം ഇവിടെ ഒരു വസ്തുവിൻ്റെയും അപാരമായ നിക്ഷേപം ആരുടെ കൈവശവുമില്ല. ഒരാൾ ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ വില അയാൾ സ്വന്തം കീശയിൽ നിന്ന് എടുത്തു കൊടുക്കുകയും വേണം. സ്വർഗത്തിലാവട്ടെ വിഭവങ്ങൾ അഖിലം അള്ളാഹുവിൻ്റേതാണ്. അടിമകൾക്ക് അവ ഉപയോഗിക്കാൻ നിരുപാധികമായ അനുവാദം നൽകപ്പെട്ടിരിക്കും. ഒരു വസ്തുവിൻ്റെ ശേഖരം തീർന്നു പോകുമെന്ന് പേടിക്കേണ്ടതില്ല. പിന്നീട് ബില്ലടക്കേണ്ട പ്രശ്നവുമില്ല. ഇവിടെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം പിന്നെ നരകമുക്തിയെക്കുറിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു. വഖാഹും അദാബൽ ജഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിച്ചു. ഇതാണ് മഹത്തായ വിജയം. ഫദലം മിർ റബ്ബിക ദാലിക വൽ ഫൗസുൽ അദീം. ഈ സൂക്തത്തിൽ ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്വർഗീയ അനുഗ്രഹങ്ങൾ പരാമർശിച്ച ശേഷം നരകമുക്തി പ്രത്യേകം പറയുന്നു. ഒരാൾ സ്വർഗ പ്രവേശനത്തിന് അർഹനാകുക എന്നത് വരുമ്പോൾ അയാൾ നരകമുക്തിയിൽ നിന്ന് നരകത്തിൽ നിന്ന് മോചിതനാണ്. ഇവിടെ ഇത് പ്രത്യേകം എടുത്തതിൻ്റെ കാരണം എന്താണ്? ധിക്കാരികൾ എവിടെയാണെന്ന് അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്നു. ഇക്കൂട്ടരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതും സ്വർഗത്തിലെത്തിക്കുന്നതും അള്ളാഹു തൻ്റെ ഔദാര്യത്തിൻ്റെ ഫലമാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ മനുഷ്യന് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്: പ്രവർത്തിക്കുക, കഴിയുന്നിടത്തോളം അത് ഭംഗിയാക്കാനും ശരിയാക്കാനും നിങ്ങൾ ശ്രമിക്കുക. എന്നാൽ അറിഞ്ഞിരിക്കുക, ഒരാളെയും അയാളുടെ കർമ്മം മാത്രം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതല്ല. ആളുകൾ ചോദിച്ചു, തിരുദൂതരെ, അങ്ങയുടെ കർമ്മവും അങ്ങനെ തന്നെയാണോ? നബി പറഞ്ഞു, അതെ, ദൈവകാരുണ്യം എന്നെ വലയം ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ
എന്നെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. ചെയ്ത കുറേ അമലുകൾ കൊണ്ട് എളുപ്പത്തിൽ അങ്ങോട്ട് സ്വർഗത്തിൽ പോകാമെന്നത് മൂഢമായ വിശ്വാസമാണ്. ഫളലം മിർ റബ്ബിക, അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്കുണ്ടാവണം. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. അവസാന 2 സൂക്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ, പ്രവാചകരെ, നാം ഈ വേദത്തെ നിന്റെ ഭാഷയിൽ ലളിതമാക്കിയിരിക്കുന്നു ഈ ജനം ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി. ലഅല്ലഹും യതദക്കറൂൻ ഫർത്തഖിബ്, നീ കാത്തിരിക്കുക. ഇന്നഹും മുർത്തഖിബൂൻ, ഇവരും കാത്തിരിക്കുന്നവരാണ്. അതായത് ഇക്കൂട്ടർ ഉപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഏതു തരത്തിലുള്ള ദുരന്തമാണ് അവർക്ക് വരാൻ പോകുന്നതെന്ന് നോക്കിക്കൊള്ളുക. താങ്കളുടെ ഈ പ്രബോധനത്തിൻ്റെ ഭാവി എന്തെന്ന് അവരും കാത്തിരുന്ന് കണ്ടുകൊള്ളട്ടെ. ഏറ്റവും ഹൃദ്യമായ ചില അധ്യാപനങ്ങളാണ് ഖുർആനിലെ 44-ാം അധ്യായമായ സൂറത്ത് ദുഖാൻ 1 മുതൽ 59 വരെയുള്ള സൂക്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ അധ്യായങ്ങളും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഗ്രാഹ്യതയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും പടച്ചവൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഖുർആൻ്റെ അനുയായികളായി ജീവിക്കാൻ നാഥൻ തൗഫീക്ക് നൽകട്ടെ. ഇരുലോകത്തും വിജയം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ പടച്ചവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ എന്ന ഹദീസിൻ്റെ ആശയം ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാഥൻ തുണക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.